ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അമ്മയിൽ കുറ്റമാരോപിച്ച് പ്രതിയുടെ പുതിയ മൊഴി. ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് അമ്മ ശ്രീതുവാണെന്നാണ് പ്രതിയായ അമ്മാവൻ ഹരികുമാർ പോലീസിനോട് പറഞ്ഞത്. ശ്രീതുവിനെയും ഹരികുമാറിനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ അനുമതി തേടി പോലീസ് കോടതിയെ സമീപിച്ചു. ജനുവരി 30-നാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂര കൊലപാതകം ബാലരാമപുരത്ത് നടന്നത്. വീട്ടുമുറ്റത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് 2.5 വയസ്സുകാരി ദേവേന്ദുവിനെ. പതിവ് പോലെ രാത്രി ഉറങ്ങാൻ കിടന്ന കുഞ്ഞിനെ രാവിലെ ആയപ്പോൾ കാണാനില്ലെന്ന് രക്ഷിതാക്കൾ പോലീസിന് പരാതി നൽകി. തുടർന്ന് ബാലരാമപുരം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെത്തി. കുഞ്ഞിന്റെ മരണത്തെ ചൊല്ലി പല അഭ്യൂഹങ്ങളും പടർന്നു. പിന്നാലെ നടന്ന അന്വേഷണം ശ്രീതുവിലേക്കും അമ്മാവൻ ഹരികുമാറിലേക്കും എത്തി. കുട്ടിയുടെ അച്ഛൻ ശ്രീതുവിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നുവെങ്കിലും അന്ന് പോലീസിന് തെളിവ് ലഭിച്ചിരുന്നില്ല. ഒടുവിൽ ഹരികുമാർ കുറ്റസമ്മതം നടത്തുകയായിരുന്നു. കുഞ്ഞിനെ കൊല്ലാൻ ഉൾവിളി ഉണ്ടായി. കൊല്ലാൻ തോന്നിയതുകൊണ്ട് കൊന്നു എന്നായിരുന്നു ഹരികുമാറിന്റെ മൊഴി. ഹരികുമാറിനെ ഏകപ്രതിയാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് ഒരുങ്ങുന്നതിനിടെയാണ് വഴിത്തിരിവ്. കഴിഞ്ഞ മാസം ജയിൽ സന്ദർശിച്ച തിരുവനന്തപുരം റൂറൽ SP KS സുദർശനോടാണ് പ്രതി ഹരികുമാർ വെളിപ്പെടുത്തൽ നടത്തിയത്. ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് അമ്മ ശ്രീതുവാണെന്നും തന്നെ കുടുക്കിയതാണെന്നും പ്രതി പറഞ്ഞു. പിന്നീട് പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലും ഹരികുമാർ ഇതേ മൊഴി ആവർത്തിച്ചു. ഇതോടെ ശ്രീതുവിനെയും ഹരികുമാറിനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലീസ് തീരുമാനിച്ചു. നുണപരിശോധനയ്ക്ക് തയ്യാറായില്ലെങ്കിലും പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും വിശദമായ കേസ് അന്വേഷിക്കാനാണ് പോലീസ് തീരുമാനം. കുറ്റപത്രം ധൃതി പിടിച്ച് സമർപ്പിക്കില്ല. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.